നമ്മൾ അള്ളാഹുവിൻ്റെ ഇബാദായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം മുഅ്മിനെ. ഇന്ന് രാത്രി നമ്മൾ ശ്വാസം നിർത്തിയിട്ട് ഖബറിലേക്ക് നമ്മൾ ഇന്ന് നടക്കുകയാണെങ്കിൽ, അള്ളാഹുവെ 1 മണിക്കൂർ നേരം നിനക്ക് ഞാൻ അബ്ദായി ജീവിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് കഴിയണം. 1 മണിക്കൂറെങ്കിലും, 1 മിനിറ്റെങ്കിലും, റബ്ബേ ഞാൻ നിന്റെ അബ്ദായിരുന്നു, റബ്ബേ എനിക്ക് ബോധമില്ലായിരുന്നു, ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു, പക്ഷെ ഞാൻ അടിമയായിട്ട് നിനക്ക് ഇബാദത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. നാട്ടുകാരൊക്കെ ചെയ്യുന്നു, അപ്പം ഞാനും ചെയ്യുന്നു. എല്ലാവരും നോമ്പെടുക്കുന്നു, ഞാനും നോമ്പെടുക്കുന്നു. ഇതെന്റെ സയ്യിദ് എന്നോട് പറഞ്ഞതാണ്. എന്റെ സയ്യിദ് ഏത് കാലത്തിലും ഏത് സമയത്തും എത്ര നേരമാണ് പകലിന്റെ ദൈർഘ്യം, ഇതൊന്നും പ്രശ്നമല്ല. എന്റെ സയ്യിദ് നോമ്പെടുക്കാൻ പറഞ്ഞു, അബ്ദായി ഞാനത് സ്വീകരിച്ചു. വേറെ ചോദ്യം അവിടെ ഇല്ല. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ പറയാം ദോരന്നിട്ടൊന്നും ഒരു ഉത്തരം കിട്ടണില്ല, വെറുതെ ദോരക്കാണ്, ഒരു കാര്യം കിട്ടണില്ല. വലിയ ദ്വാ സമ്മേളനമൊക്കെ ഉണ്ട്, എല്ലാവരും കണ്ണീരൊക്കെ വാർത്ത് പോകുന്നു, പഠിച്ചാൽ ഉത്തരം കിട്ടണില്ല. എന്ത് ഉത്തരം കിട്ടാത്തതെന്നറിയോ? ഇബാദി എന്ന് പറഞ്ഞതിൽ നമ്മൾ പെടാത്തത് കൊണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ അല്ലാഹുവിൻ്റെ റഹ്മത്തും ലുത്ഫ് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക നമ്മൾ. അള്ളാഹുവിൻ്റെ റഹ്മത്തും ലുത്ഫും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് ഭൂമി കീറി പിളർന്ന് നമ്മൾ അതിലേക്ക് പോകുമായിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തും അദല് കൊണ്ട്, അള്ളാഹുവിൻ്റെ അദല് കൊണ്ടല്ല, റബ്ബിൻ്റെ ഫള് കൊണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലിഇബാദിയല്ലദീന ആമനൂ, എന്നിൽ വിശ്വസിച്ച എൻ്റെ അബ്ദുകളോട് പറഞ്ഞു കൊടുക്കും നബിയെ. അള്ളാഹുവിൽ വിശ്വസിച്ച എൻ്റെ അടിമകളോട്, മുഅ്മിനീങ്ങളായ എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കും നബിയെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇദാ സമിഅ്തും കലാമല്ലാഹി യാ അയ്യുഹല്ലദീന ആമനൂ ഫഅറൂ ആദാനകും വഅസ്മാഅകും, നിങ്ങൾ അല്ലാഹുവിൻ്റെ കലാമിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് കണ്ടാൽ നിങ്ങളുടെ ചെവിയും കേൾവിയും മുഴുവൻ അല്ലാഹു കൊടുക്കണമേ. ഫഇന്നഹു യുനാജീകും, അല്ലാഹു നിങ്ങളോടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നാട്ടുകാരോടല്ല. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ, എന്നിൽ വിശ്വാസമുള്ളവരെ എന്നല്ല പറഞ്ഞാൽ അത് നമുക്ക് ഖാസ്സായ ഒരു മഅലൂം, നമുക്ക് ഖാസ്സായ, നമുക്ക് പ്രത്യേകമായ ഒരു അറിവ് അള്ളാഹു നമ്മിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ശരിക്ക് കേൾക്കണം. എന്താണ് പറയണത്? നിങ്ങൾക്ക് മാത്രമായൊരു കത്ത് വന്നു, ശരിക്കും പൊട്ടിച്ച് നോക്കൂലേ? നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടിങ്, അപ്പോൾ മൊബൈൽ എടുത്ത് നോക്കി, അപ്പോൾ ഒരു മെസ്സേജ്, വേഗം വണ്ടി സൈഡാക്കും. ഇത് വിട്ട ആളൊരു AP ആണെങ്കിൽ, വേണ്ടപ്പെട്ട ആളാണെങ്കിൽ, എന്നിട്ട് അതിന് ഒരു വാട്സപ്പിൽ മറുപടിയും കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവുള്ളൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാൻ പറ്റൂല, അപ്പോൾ വണ്ടി സൈഡാക്കും. ഇമാം ഖസാലി തങ്ങൾ പറഞ്ഞൊരു ഉദാഹരണമാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു കത്ത് വന്നാൽ അത് റോഡരികിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ റോഡിലേക്ക് ഓരം ചേർന്ന് നിന്ന് നിങ്ങൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ടല്ലേ നിങ്ങളുടെ യാത്ര തുടരുള്ളൂ. അള്ളാഹുവിൻ്റെ മെസ്സേജുകളാണ് ഖുർആനും ഹദീസുകളൊക്കെ, അള്ളാഹിൻ്റെ മെസ്സേജുകളാണ്. അതിന് നിങ്ങൾ ഈ ഫ്രണ്ടിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ മൂല്യം പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. അതല്ലേ യാഥാർത്ഥ്യം? അങ്ങനെയല്ലേ? ഞാൻ പറയാൻ തെറ്റുണ്ടോ? നമ്മൾ അത്ര വില കൊടുക്കുന്നുണ്ടോ അള്ളാഹുവിന്? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി വസ്സമാഉ മത്വിയ്യാതുൻ ബിയമീനിഹി. നിങ്ങളാരും അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ എന്തൊരു കുട്ടിക്കളിയാണെന്നാണ് വിചാരിച്ചത്? അള്ളാഹ് എന്ന് പറയുമ്പോൾ അവൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പിള്ളേരെ വിളിക്കുന്ന വാക്കാണ് അവൻ. അള്ളാഹിനെ അവർ എന്നോ അങ്ങ് എന്നൊക്കെ അള്ളാഹിനെ പറ്റി പറയാൻ പറ്റൂട്ടോ. അവർ എന്ന് പറയുമ്പോൾ ഇതൊരു ജംഅല്ലേ, ഒരുപാട് ആളുകൾക്ക് പറയുന്ന വാക്കല്ലേ അവർ. അള്ളാഹു വാഹിദല്ലേ, അപ്പൊ പിന്നെ അത് പറയാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുമ്പോഴും മലയാളത്തിൽ അത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ സൂചിപ്പിക്കാൻ നീ, അല്ലെങ്കിൽ ഉറുദുവിലൊക്കെ തു എന്ന് പറയും. ഇംഗ്ലീഷുകാരനെ പിന്നെ യു എന്ന് പറഞ്ഞാൽ മുഫ്രദും ജമ്മൊക്കെ തന്നെയാണ്, യു തന്നെയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിനെ പറ്റി നീ, അവൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഖൽബിൽ എന്തെന്നില്ലാത്ത ഒരു ബഹുമാനത്തോടുകൂടെ മാത്രമേ ആ വാക്ക് പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോളി, പറയണ്ട. അള്ളാഹു എന്താ സ്വന്തം ജ്യേഷ്ഠനോട് നിങ്ങൾ അങ്ങനെ വർത്താനം പറയുമോ? ഇജ്ജ് എന്ന് പറയോ? നമ്മൾ ഇച്ചയോട് അങ്ങനെ സംസാരിക്കുമോ നമ്മുടെ ജ്യേഷ്ഠനോട്? ഇല്ല. വാക്കുകൾക്ക്, ഭാഷയ്ക്ക് ചില പരിമിതികളുണ്ട്, പക്ഷെ ഖൽബിന് ഇഹ്തിറാം കൊടുക്കാൻ പറ്റും, അല്ലേ? ഭാഷയിൽ അങ്ങനെ പറ്റുള്ളൂ. അള്ളാഹുവിനെ പറ്റി ഹി എന്നേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു, ഖുൽ ഹുവല്ലാഹു അഹദ്, സേ ഹി അല്ലാഹ് ഈസ് വൺ ആൻഡ് ഓൺലി. അവിടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? അള്ളാഹു മാസ്കുലിൻ ആയതുകൊണ്ടല്ല, അല്ലാഹു മുദക്കർ ആയതുകൊണ്ടല്ല.
പക്ഷേ ഷീ എന്ന് പറഞ്ഞാൽ മുഅന്നഥാണ്, സ്ത്രീലിംഗമാണ്. അത് പെണ്ണിന് മാത്രമുള്ളതാ. പിന്നെ ഭാഷയിൽ വേറെ വാക്കില്ല. അതുകൊണ്ട് പിന്നെ അള്ളാഹുവിനെ പറ്റി ഹുവ എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. അള്ളാഹുവിൻ്റെ ജെൻഡർ അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാറുണ്ടോ? അതൊക്കെ മനസ്സിലാക്കിയ മഹത്തുക്കളാണ് ഇവിടുത്തെ തങ്ങളുപ്പാപ്പയെ പോലെയുള്ള ലോകത്ത് ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്തുപോയ മഹാനായ മുനവ്വറലി തങ്ങളോട് സൂചിപ്പിച്ച പോലെ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ്, മഹാനായ അജ്മീർ ശൈഖ് തങ്ങളവറുകൾ, റിഫായി ശൈഖ് തങ്ങളവറുകൾ, ഇങ്ങനെയുള്ള ത്വരീഖത്തിൻ്റെ മഹാന്മാരായ ഉലമാ മുഴുവനും അള്ളാഹുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ജീവിച്ചവരാ. അതുകൊണ്ടാണ് നമ്മൾ അവരെ സാന്നിധ്യത്തിലേക്ക് ഓടുന്നത്. അതുകൊണ്ടാണ് ആ അട്രാക്ഷൻ അങ്ങോട്ട് വന്നത്. ഇതായിരുന്നു തങ്ങളുടെ ആ ഒരു ചെറിയ ഭാഷണത്തിൽ തങ്ങൾ സൂചിപ്പിച്ച വളരെ ഘനമേറിയ ഒരു ആശയമാണ് മുനവ്വറലി തങ്ങൾ ബഹുമാനപ്പെട്ടവരവിടെ സൂചിപ്പിച്ചത്. അത് അവർ ചെയ്തത് കൊണ്ടാണ് നമ്മൾ അവരെ തേടിയെത്തുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വം അവരുടെ ഖൽബിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. എന്നിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളോട്, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണമേ നബിയേ, യുഖീമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തണമെന്നും, വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവരെ ചെലവഴിക്കണം എന്നും അവരോട് പറയണേ നബിയേ. നിസ്കാരം എളുപ്പമാണ്. നിസ്കാരവും സ്വതക്കയും നിസ്കാരവും സക്കാത്തും അത് വരുമ്പോൾ ചില ആളുകൾ പിന്നോട്ട് പോകും. നിസ്കരിക്കാൻ റെഡിയാണ്, ഒന്നും നഷ്ടമല്ലല്ലോ. കയ്യിൽ നമ്മൾ അധ്വാനിച്ച് കിട്ടിയ, നമ്മൾ ഉറക്കൊഴിച്ച, നമ്മൾ ത്യാഗം ചെയ്ത നമ്മുടെ കാശ്, അതിൽ നിന്ന് പാവപ്പെട്ട മിസ്കീനെ കാണുമ്പോൾ ഇത് അള്ളാഹു എനിക്ക് മാത്രം തന്നതല്ല, എൻ്റെ ചുറ്റുവട്ടത്തുമുള്ള മിസ്കീന്മാരുടെ റിസ്ഖും എൻ്റെ കയ്യിൽ അള്ളാഹു തന്നിരിക്കുകയാണ്, ഇത് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്ന മുഅ്മിനാണ്. അവർക്കേ ഖുർആൻ ഹുദയാവുള്ളൂ. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة. പിന്നെന്താ പറഞ്ഞത്? ومما رزقناهم ينفقون. മുതലാളിക്ക് മാത്രമല്ല, ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഒരു യാചകൻ വന്നപ്പോ ഒരു മുന്തിരിയാണ് ഉണ്ടായത്, ഒരു ഉണക്കമുന്തിരി, ഒരു പീസ്, ഒരു പിടിയല്ല, എത്ര? ഒന്ന്. ആ ഒരു മുന്തിരി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ കാലത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹബീബിൽ നിന്ന് പഠിച്ച ദാനധർമ്മം പഠിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ഒരു മുന്തിരി കൊടുത്തപ്പോൾ ആള് ചോദിച്ചു, ഇതെന്താ ഒരു മുന്തിരി, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? കം ഫീഹാ മിൻ മസാഖീലി ദർറത്തിൻ, അതിൽ എത്രത്തോളം ആറ്റമുണ്ട്, അണുമണികളുണ്ട്. ഒരു മുന്തിരിയാവണമെങ്കിൽ എത്ര കോടി ആറ്റങ്ങൾ വേണം അതില്, നിനക്കറിയുമോ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അല്ലാഹു കൂലി തരുമല്ലേ. എൻ്റെ ഈ ഒരു മുന്തിരിയിൽ എത്രയായിരം ദർറത്തുകൾ ഉണ്ടെന്നാ നിങ്ങൾ വിചാരിച്ചത്? ഓ, അത് ശരിയാണ്, അത് പോരെ എന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ അവിടെ, അതുകൊണ്ട് കൊടുത്തതാണ്. അതേ ബീവി തന്നെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു 80,000 ദിർഹം കൊണ്ടുപോയി കൊടുത്തപ്പോ ഹബീബിന്റെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹധർമ്മിണിയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ആ ബീവി ഒരൊറ്റ പകലിൽ 80,000 ദിർഹം മഹാനായ മുആവിയ തങ്ങൾ കൊടുത്തയച്ച സമ്മാനം ഷാമിൽ നിന്ന്. ഉച്ചയാകുമ്പോഴേക്കും മദീനയിലെ എല്ലാ പാവപ്പെട്ടവരുടെ വീടുകളിലേക്കും ആ സമ്പത്ത് എത്തിയിട്ടുണ്ട്. 80,000 രൂപയല്ല, 80,000 ദിർഹം, വെള്ളി നാണയമാണ്. ഒന്നുപോലും ബാക്കി വെച്ചില്ല. അപ്പോഴാണ് ബരീറ ബീവി ചോദിച്ചത്, യാ ഉമ്മ, നിങ്ങൾ ഇന്ന് നോമ്പെടുത്തിട്ടില്ലേ? ഉണ്ട് മോളെ,
നോമ്പ് തുറക്കാൻ ഒരു ഇറച്ചി കഷ്ണം വാങ്ങിക്കാൻ 1 ദിർഹം ഉമ്മ എന്തേ ബാക്കി വെക്കാതിരുന്നത്? എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. ലാ തുഅന്നിഫീനി, എല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ, നിനക്ക് എന്നോട് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ? നിനക്ക് വേണമെങ്കിൽ എനിക്കത് ഓർമ്മയുണ്ടായില്ല. ഇനി ഞാൻ കൊടുത്തതിനെ സംബന്ധിച്ച് എന്നോട് കുറ്റം പറയല്ലേ, ഞാനത് അല്ലാഹുവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ ആബിദത്താണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതും ആയിഷ ബീവിയാണ്. ആയിഷ ബീവിയുടെ കല്യാണം മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. 80,000. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية. എൻ്റെ അടിമകളായ വിശ്വാസികളോട് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണെങ്കിൽ ശരിക്ക് കേൾക്കുക. യുഖീമുസ്സലാഹ്, അവർ നിസ്കാരം നിലനിർത്തണം. റമളാൻ മാത്രം പോയാൽ പോരാ. റമളാനിൽ പെരുന്നാളിന് ജുമുഅക്ക് ദിവസം 5 നേരത്തെ ഫർദ് അല്ലാഹു നിർബന്ധമാക്കിയതാണ്. ഒരു വിട്ടുവീഴ്ചയും അതിനില്ല. ബുദ്ധിയുണ്ടോ തലയിൽ, നിസ്കരിച്ചേ പറ്റൂ. നിൽക്കാൻ പറ്റാത്തോ ഇരുന്നാൽ മതി, ഇരിക്കാൻ പറ്റാത്തോ കിടന്നാൽ മതി, അങ്ങനെയൊക്കെ പറ്റും. സംസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. യുഖീമുസ്സലാഹ്, നിസ്കാരം നിലനിർത്തണം. എന്തിനെന്നറിയോ? നിസ്കാരം എങ്ങാനും സുന്നത്താന്ന് പറയാ. സങ്കല്പിച്ചു നോക്കി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാലോ. ഫർളൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, പറ്റുമെങ്കിൽ 5 നേരമൊക്കെ നിസ്കരിച്ചോളൂ എന്നാണെങ്കിൽ ഒരൊറ്റ കുട്ടി നിസ്കരിക്കാൻ ഉണ്ടാവുമോ? ഇപ്പോൾ സുന്നത്താണെങ്കിൽ ഒഴിവാക്കാനുള്ളതാണെന്നാണ് വിചാരിച്ചത് നമ്മൾ, അല്ലേ? ചോദിക്കും ചില അത് ഫർളാണ്, സുന്നത്താ, എന്താ പിന്നെ കുഴപ്പമില്ല. സുന്നത്തൊക്കെ ഒഴിവാക്കാനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. സുന്നത്തല്ലേ ഇത്തിബാഴ്, സുന്നത്ത് കൊണ്ടല്ലേ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. وما تقرب ولا يزال عبدي يتقرب الي بالنوافل. സുന്നത്ത് നിസ്കരിക്കുമ്പോഴേ, സുന്നത്ത് ചെയ്യുമ്പോഴേ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഡ്യൂട്ടി ചെയ്തു പോകുന്നതിനെ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് ഈ മധുരമറിയാൻ തൗഫീഖ് നൽകട്ടെ. നിസ്കാരം നിലനിർത്തണമെന്ന് പറയണേ നബിയെ. വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. കണക്ക് പറഞ്ഞിട്ടില്ല അള്ളാഹു. 100 രൂപ കൊടുക്കണം, 200, 1000, 3000 ഒന്നും പറഞ്ഞില്ല. നാം കൊടുത്തതിൽ നിന്ന്. അത് നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് ദീനിന് ഖിദ്മത്ത് എടുക്കണം. നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും, തന്നു പൈസ അല്ല കയ്യിൽ, ആരോഗ്യമുണ്ട്, നല്ല യുവാവാണ്. നിന്റെ തടി കൊണ്ട്, ആഫിയത്ത് കൊണ്ട് എന്തൊക്കെ സേവനം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. അറിവാണുള്ളത്, ഇൽമാൻ, പൈസയൊന്നും കയ്യിലില്ല, ആരോഗ്യമില്ല. ആ അറിവ് നിങ്ങൾ ഇന്നത്തെ സാധ്യമായ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ സ്വതക്കയാണ്. ഇൽമൊരു റിസ്ഖാണെന്നാണ്. പൈസ കയ്യിൽ കിട്ടുന്ന പോലെ നമ്മുടെ ഉസ്താദുമാർ, അവരെ അള്ളാഹു നമുക്ക് നൽകുന്നത് ഒരു റിസ്ഖാണ്. ആ റിസ്ഖ് ഇൽമിന്റെ റിസ്ഖ്, നമ്മൾ അർഹിക്കുന്ന റിസ്ഖ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കും. ഒരു കാര്യം കൂടെ പറയാം. ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും, ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും. സൂറത്തുൽ അൻഫാൽ. നിങ്ങളിവിടെ വാദ് കേൾക്കാൻ വേണ്ടി ഇരിക്കണ്ടല്ലോ, നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. എന്തെന്നറിയോ? നിങ്ങളിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടെത്തിയത്. അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹു അവരിൽ എന്തെങ്കിലും ഖൈറുണ്ട് എന്ന് അള്ളാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅസ്മഅഹും, നന്മ കേൾക്കാനുള്ള, സത്യം കേൾക്കാനുള്ള, ഈമാനും ഖുർആനും ഹദീസും അറിയാനും കേൾക്കാനുമുള്ള അവസരം അള്ളാഹു അവർക്ക് നൽകിയേനെ. ഖൈറില്ല, അവർ കേൾക്കാൻ അവസരം ഉണ്ടാവില്ല. ഖൈറുള്ളവർക്കേ കേൾക്കാൻ അവസരമുള്ളൂ എന്നാ അള്ളാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹു. അപ്പോൾ എന്തെങ്കിലും ഒരു വാളിൻ്റെ ഒരു ക്ലിപ്പ് ചിലപ്പോൾ അതിൽ വന്നായിരിക്കും ഒരാൾ വലിയ ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ വരിക. വെറുതെ ഇങ്ങനെ പോയതാണ്. അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പിന്നെ കേൾക്കുക എന്ന് തോന്നി. അങ്ങനെ റോഡ് സൈഡിൽ എന്തോ ബ്ലോക്കായപ്പോൾ റോഡിൻ്റെ സൈഡിൽ നടക്കുന്ന ഒരു വാളിൻ്റെ ഒരു ശകലം ബ്ലോക്ക് പെട്ടതുകൊണ്ട് കേട്ടതാ. പക്ഷെ പിന്നെ അയാൾക്ക് തോന്നി ഇതിലെന്തോ കാര്യമുണ്ടല്ലോ, അങ്ങനെ നന്നാവും. ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല. ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ
അവരിലൊരു നന്മ കാണും. ആ നന്മ ഒരുപക്ഷെ ജീവിതത്തിൽ അയാൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് ചെയ്ത നന്മയായിരിക്കാം. അങ്ങനെ ഒരു ഖൈർ നിങ്ങളുടെ ചിന്തയിലും മനസ്സിലുമുണ്ടോ, അള്ളാഹു നിങ്ങൾക്ക് നന്മ കേൾക്കാൻ അവസരം തന്നിരിക്കും. അള്ളാഹുവിന്റെ വാക്കാണ്. ഇല്ലേ, കേൾക്കൂല, അവസരം ഉണ്ടാവില്ല, അവസരം അല്ലാഹു തരൂല. നിങ്ങൾ വെറുതെ ഒരാളുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും അയാൾ ഒരു കാര്യം പറഞ്ഞുതരിക, ഒരു ഇൽമ്, ഒരു അറിവ് എന്ന് പറയുക, ഇങ്ങനെതാ നീ കണ്ടു നോക്ക്, നീ കേട്ടു നോക്ക്, ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ട്. കേൾക്കാൻ അവസരമുണ്ടായി. ഇൽമ് ഒരു റിസ്ഖാണ്. നിങ്ങൾക്കതാണ് കിട്ടിയതെങ്കിൽ ആ റിസ്ഖ് നിങ്ങൾ ദാനം ചെയ്യണം. യുൻഫിഖൂ മിമ്മാ റസഖനാഹു. സമയമുണ്ടോ? നിങ്ങളുടെ സമയം ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഉമ്മത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അതേ കൊടുക്കാൻ പറ്റൂ, അത് മതി. ഇല്ലേ, ഒരു പുഞ്ചിരിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നിങ്ങളുടെ കൂട്ടുകാരെ, വേണ്ടപ്പെട്ട ആളുകളെ, നിങ്ങളുടെ നാട്ടുകാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ നിങ്ങൾ കാണുമ്പോഴേ അവരോട് നിങ്ങൾ പുഞ്ചിരിക്കുന്നത്, മുഅ്മിനെ, നിനക്ക് സ്വതക്കയാണ്, നിനക്ക് സ്വതക്കയാണ്. തന്നെയാണും പെണ്ണും കാണുമ്പോൾ ചിരിക്കണ സ്വതക്കയെ കൂട്ടൂലേ, അവിടെ അദാബാണ്. അതിനെ പറ്റിയല്ലേ പറയണത്. അത് സ്വതക്കയാണ്. പിന്നെ പറഞ്ഞു, നിങ്ങൾ യുഫ്രിഗ അഹദുക്കും ദൽവ. ഒരാൾക്ക് ഒരു ബോട്ടിൽ വെള്ളം നിറച്ചു കൊടുക്കുന്നു, കുടിക്കാൻ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. ഇത് സ്വതക്കയാണ്. പണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കണ ഉദാഹരണം നമുക്ക് ഓർമ്മ വരുള്ളൂ. എന്തൊക്കെ അങ്ങോട്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഭക്ഷണമോ പാനീയമോ സപ്ലൈ ചെയ്യുന്നില്ലേ കുട്ടികളെ? മുമ്പൊക്കെ കല്യാണത്തിന് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണ് സപ്ലൈ ചെയ്യുക ഭക്ഷണത്തിന്, അല്ലേ? അപ്പൊ ഇതാരത് അമ്മായിന്റെ മോൻ, ഇത് പെങ്ങളെ മോനാണ്, ഇവനിപ്പം കോളേജ് പഠിച്ചു കഴിഞ്ഞ് വന്നതാണ്. അവിടെ ആ കല്യാണ പന്തലിലെ മുഴുവൻ മക്കളും നമ്മുടെ കുടുംബമാണ്, അല്ലെങ്കിൽ വിവാഹ വീട്ടിലെ കുടുംബക്കാരാണ്. ഇപ്പോ മക്കളെ, നിങ്ങൾ ഏത് കമ്പനിയാണ്? ഞാൻ ഇന്ന കമ്പനിയാണ്. ഇവിടുന്ന് വരുന്ന ഞങ്ങൾ മംഗലാപുരത്തുനിന്നാ. നിങ്ങളോ? ഞങ്ങൾ ഉടുപ്പി ബേസ്ഡ് കമ്പനിയാണ്. നിങ്ങളോ? ഞങ്ങൾ എറണാകുളത്ത് നിന്നുള്ള ടീമാണ്. ആ ഭക്ഷണം വിളമ്പിക്കൊടുക്കലൊക്കെ സ്വതക്കകളായിരുന്നു, ഒക്കെ നഷ്ടമായി. മിണ്ടാണ്ട് പോയിരിക്കുക, റെസ്റ്റോറൻറ്റ് പോയ പോലെ കഴിക്കുക, തിരിച്ചു പോരാ. സ്വതക്കകളായിരുന്നു അത്. ഒരാളെ വാഹനം കയറാൻ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു കൊടുക്കുന്നത്, അതിന്റെ റിഖാബ് പിടിച്ചു കൊടുക്കുന്നത്, ചവിട്ടുപടി പിടിച്ചു കൊടുക്കുന്നത്, അതിന്റെ ഒട്ടകക്കട്ടിൽ പിടിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബസ്, ലൈൻ ബസ് നിർത്തി, ഒരു പ്രൈവറ്റ് ബസ് നിർത്തി, ഒരു ഉമ്മ കയറാൻ വയ്യ, ആ ഡോർക്കൊന്ന് പിടിച്ചു കൊടുത്ത് ആ ഉമ്മാക്ക് കയറാൻ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു. അത് സ്വതക്കയാണ്. ട്രെയിൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ചാടിക്കയറാൻ പറ്റുന്ന ആരോഗ്യമുണ്ട്, പക്ഷെ പ്രായമുള്ള 1-2 ആളുകൾ ഈ വണ്ടിയിൽ കയറി പോകേണ്ടവരാണ്. നിങ്ങളൊന്ന് മാറി നിന്ന് അവരെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് നിങ്ങൾ പിന്നാലെ കയറുന്നു. അവരാദ്യം കയറട്ടെ. നിങ്ങൾ ചെയ്തത് സ്വതക്കയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? നമ്മൾ ആദ്യം കയറിയിരിക്കുക, മറ്റോ കയറിയില്ല, വണ്ടി പോട്ടെ, ഒരു കാലം ഉള്ളിൽ ഒരു കാലം പുറത്ത്, ഒന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെയല്ല മുഅ്മിനീങ്ങൾ. ഇത് മുഅ്മിനിന്റെ സ്വഭാവമേ അല്ല. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ. എൻ്റെ ആവശ്യം നടന്നില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരൻ്റേത്, എൻ്റെ വേണ്ടപ്പെട്ടവൻ്റെ ആവശ്യം അത് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ സ്വതക്കകളാണ്, ദാനധർമ്മം. ഇനി ഇതൊന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? തകുഫ അദാക്. നീ ഒരാളെയും വേദനിപ്പിക്കല്ല, നിന്റെ നാവുകൊണ്ട് ഒരാളെയും ആക്ഷേപിക്കല്ലേ, പരിഹസിക്കല്ലേ. ദീനോ ദീനിന്റെ അറിവുകളോ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് വ്യക്തികളെ ആരെയും ഉദ്ദേശിച്ചു കൊണ്ടല്ല. അതിലൊരാൾക്ക് വേദന തോന്നുന്നു, വേദന തോന്നാൻ പാടില്ല. അള്ളാഹുവിന്റെ വിഷയമല്ലേ, അള്ളാഹുവിന്റെ വിഷയമല്ലേ. അതിൽ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വേദനിപ്പിക്കരുത്. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് കോട്ടം പറ്റുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ആക്ഷേപിക്കരുത്. നിങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റൂ, അത് മതി. അത് സ്വദഖത്തും മിൻക അലാ നഫ്സിക്. നിന്റെ നഫ്സിൽ നിന്ന് നിന്റെ നഫ്സിനോട് നീ ചെയ്യുന്ന സ്വതക്കയാണ്. ഒരു മനുഷ്യനും ഉപദ്രവമില്ലാതെ നീ ജീവിക്കുന്നത്, അത്രയേ നിന്നെ കൊണ്ട് പറ്റൂ. അതും നീ ചെയ്യണം. യുൻഫിഖൂ മിമ്മാ റസഖനാഹും. ഇതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തന്ന തൗഫീഖുകളാണ്. അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കണം. സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും.
എന്തിനാ പരസ്യമായി എന്ന് പറയാൻ കാരണം? കൊടുക്കുന്നത് സകാത്ത് പരസ്യമായിട്ടാണ് കൊടുക്കേണ്ടത്, സ്വതക്ക രഹസ്യമായിട്ടാണ് കൊടുക്കേണ്ടത്. ഫർള് നിസ്കാരം പള്ളിയിൽ ജമാഅത്തായി അതൊരു ഉമ്മത്തിന്റെ ഷിആറാണ്, അത് പരസ്യമായി നടക്കണം. സുന്നത്ത് നിസ്കാരം കഴിയുമെങ്കിൽ ഏറ്റവും രഹസ്യമായി നിങ്ങളുടെ വീട്ടിൽ പോയി നിസ്കരിച്ചാലും മതി. സുന്നത്തിന് അതാണ് കൂലി. പള്ളിയിലല്ല സുന്നത്ത് കൂലി കൂടുതലുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ വീടിനുള്ളിലെ രഹസ്യമായൊരു സ്ഥലത്താണ്. മറ്റേത് ഷിആറ. റമദാനിലെ നോമ്പ് പരസ്യമായിട്ടേക്കോട്ടെ, ഇഫ്താറൊക്കെ പരസ്യമായിട്ട് നടത്തിക്കോളൂ, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ സുന്നത്ത് നോമ്പ് അതാരും അറിയരുത്, നിങ്ങളും പടച്ചോനെ അറിയാൻ പാടുള്ളൂ. എന്നാലും ഒരു സുഖത്തിന് പറഞ്ഞു പോവും, ഞാനിപ്പോൾ ഇത്ര കാലമായിട്ട് എല്ലാ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നുണ്ട്, മതി മോലിരെ, മതി കുട്ടി, മതി സഹോദര, കഴിഞ്ഞു, കൂലി തീർന്നവിടെ, ഇനി പട്ടിണി നടക്കണ്ട, ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിച്ചോ ബാക്കിയുള്ള കാലം. പറഞ്ഞുപോയി. കൽബിന്റെ ഉള്ളുന്നത് വരും, പറയാൻ നാവിലിങ്ങനെ വരും. ചിലർ വെറുതെ പറയും, ഞാൻ എന്നും രാവിലെ ഇത്ര ഓതാറുണ്ട്, ഞാൻ എന്നും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കൂടെയുള്ള ആളുകൾക്കൊരു ഉന്മേഷവും അവർക്കൊരു ഉത്സാഹവും ഉണ്ടാവാൻ അതാണ് നിങ്ങളുടെ നിയ്യത്തെങ്കിൽ മാഷാ അല്ലാഹ്, വല്ലാഹു അഅലമു ബിനിയ്യാതികും, നിങ്ങളുടെ നിയ്യത്തുകളെ അല്ലാഹുവിനെ അറിയുള്ളൂ, അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് റിയാഅൻ വസുംഅതൻ, അതാളറിയണം, ആളുകൾ അറിയണം, അങ്ങനെ ഞാനൊരു കുഴപ്പമില്ലാത്ത ആളാണെന്ന് എന്നെ പറ്റി അവരൊക്കെ ഒന്ന് അറിഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണെങ്കിൽ ഹബാഅൻ മൻസൂറ, തീർന്നുപോയി.